അതായത് ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ സാഹചര്യം അനുസരിച്ച് അയാൾ ജീവിച്ചു വരുന്ന കർമ്മഫലത്തിൻ്റെ അനുഭവങ്ങൾ തന്നെ അയാളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് നിങ്ങൾ ജീവിക്കേണ്ട പല രീതികൾ അവർ പ്രൊമോട്ട് ചെയ്യണം. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ശരി. പക്ഷെ ഒരു കാര്യം, ഇതൊന്നും മനസ്സിലാക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ഭയം ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഏതൊരു കാരണവശാലാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നത്, ആ കാരണത്താൽ തന്നെ ഇവിടെ ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ അയാളുടെ പശ്ചാത്തലം, ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് അയാൾ അനുഭവിക്കുന്ന കർമ്മഫലം അതെങ്ങനെയൊക്കെ ഇവിടെ പരിഹരിക്കണം എന്നുള്ളൊരു രീതി, ഒരു നിയമം, ഒരു പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട് സ്പേസിൽ. അത് നടന്നിരിക്കും. അതതിൻ്റെ ധർമ്മം അങ്ങനെയാണ്. ആ നർമ്മത്തിൽ ആ ധർമ്മത്തിൽ നമ്മൾക്കുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഈ കർമ്മഫലത്തിലെ ദോഷമായാലും ഗുണമായാലും നമ്മളത് അനുഭവിച്ചു തീരേണ്ട രീതിയിലൂടെ തന്നെ പ്രകൃതി നമ്മളെ നയിക്കപ്പെടും. അത് അറിഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലും അത് സ്വമേധയാ അവിടെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് മുന്നോട്ട് പോകേണ്ടത് ഏത് രീതിയാണ് എന്നുള്ള അറിവാണ് നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ നമ്മൾക്ക് നൽകപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ വന്ന് പിറക്കുന്ന സാഹചര്യങ്ങളിലൂടെ ജീവിക്കുന്ന കർമ്മഫലം തന്നെ നമ്മൾ നശിപ്പിച്ച് കളയും ദൈവം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സ്വന്തം ജീവിതത്തോട് തന്നെ വലിയൊരു ഭയമാണ് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നാം എല്ലാം ദൈവാംശം തന്നെയാണ്. അതായത് ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് എല്ലാം തുടക്കം കുറിക്കുന്നത്. മനസ്സിലാക്കണം. അത് ഇവിടെ ജന്മം കൊള്ളുന്നത് ഒരു മലിനമായ അന്തരീക്ഷത്തിലാണ്. സമ്മതിച്ചു. അതിനെയാണ് ഇവിടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി പല ജീവിത രീതികൾ വഴി കൊടുക്കൽ മേടിക്കൽ വഴിയൊക്കെ അത് നമ്മൾ ആകർഷിച്ച് നമ്മളുടെ ശുദ്ധമായ ആത്മചൈതന്യത്തിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഈ മാലിന്യങ്ങൾ വന്ന് നിറഞ്ഞ് അത് നമ്മുടെ സ്വഭാവമായി സംസ്കാരമായി ഒക്കെ ഇങ്ങനെ ജീവിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അത് പ്രകൃതിയാൽ ദൈവം തന്നെയാണ്, ആ സൃഷ്ടികർത്താവ് തന്നെയാണ് ആ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാ? ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. കാരണം ജീവിതം എന്നൊരു ജീവാത്മാവിൻ്റെ ജീവിതം എന്നത് സ്വയം അനുഭവവേദ്യ ബോധ്യപ്പെടാനാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ വന്ന് പെട്ടാൽ മാത്രമേ അതിൽ സുഖം ദുഃഖവും അറിഞ്ഞ് ജീവിതത്തിൻ്റെ ശരിയും തെറ്റും മനസ്സിലാക്കി ഇവിടെയുള്ള ആ ഒരു ജീവിതം രണ്ട് രീതിയിലാണെന്ന് പറഞ്ഞത് ഇവിടെ പൂർത്തീകരിക്കുകയുള്ളൂ. മനസ്സിലാക്കണം. രണ്ട് രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ പിറക്കുന്നത് ലൗകികമായ ജീവിതത്തിലും അവിടെ നിന്ന് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആധ്യാത്മികമായ ജീവിതശൈലിയിലേക്ക് രീതിയിലേക്ക് പോവുകയാണ്. അത് നമുക്ക് അവസാനം സായുജ്യം നൽകുകയും ചെയ്യും. മനസ്സിലായി. ഇവിടെ മുക്തിയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ മുക്തി നമ്മൾ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ നമുക്ക് നൽകപ്പെടും. അത് ഉറപ്പായിട്ട് കിട്ടും. ആ മുക്തിയിലേക്ക് പോകുന്ന രീതിയാണ് ലൗകിക ജീവിതത്തിൽ നിന്ന് നമ്മൾ സമ്പാദിക്കുന്ന അനുഭവത്തിൻ്റെ വിഷയങ്ങൾ. മനസ്സിലായോ? ആ അനുഭവജ്ഞാനമാണ് നമുക്ക് പോസിറ്റീവായി നിൽക്കുന്ന ആ ഒരു ദൈവികമായ പദവിയിലേക്ക്, അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാഹചര്യം ഉണ്ടാക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന, അതായത് ഈ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് പോസിറ്റീവാണ്. കാരണം പോസിറ്റീവിൽ നിന്നാണല്ലോ നമ്മൾ ജീവൻ ധരിച്ചതും ശരീരമൊക്കെ ധരിച്ചിരിക്കണേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഈ ലൗകിക ജീവിതത്തിൽ വന്ന് ഇവിടെ കുറേ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകളിലൂടെയൊക്കെ വന്ന് നമ്മൾ അതിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ വാസനകൾക്കനുസരിച്ച് പലവിധ രീതിയിൽ ബന്ധപ്പെട്ട് അറ്റാച്ച്മെൻ്റായി അതൊക്കെ ആസ്വദിച്ച് മെല്ലെ 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 അതിലെ സുഖവും ദുഃഖവും തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കി പക്വത വന്ന് നമ്മൾ മെല്ലെ 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 പ്രകൃതി നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അസ്തിത്വത്തിലേക്കാണ്. അതായത് സത്യത്തിലേക്കാണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ആ അവസ്ഥ ഏതാണ് എന്താണെന്ന് അറിയേണ്ട അറിവിലേക്ക് നാം അറിവാണ് എന്നും അത് പരമമായ ആനന്ദമാണെന്നും അത് പോസിറ്റീവാണെന്നും അതാണ് ശരിയായ പോസിറ്റീവ് എനർജി എന്നും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇപ്പം നിലവിലുള്ള ആളുകൾ അനുഭവസ്ഥരല്ലാത്തവർ പറയുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടുത്തുകയാണ്. ഒരു സാധാരണക്കാരായ, അതായത്
ഇതൊന്നും അറിയാതെ ഫസ്റ്റ് സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന ജീവാത്മാക്കളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ, അതായത് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് വരുന്ന തെറ്റും ശരിയും ഇങ്ങനെയൊക്കെയാണെന്നും അത് നിങ്ങൾ ഈ തെറ്റിലൂടെ പോയ ആത്മനാശം വരുമെന്നും നിങ്ങൾ നശിച്ചു പോകുമെന്നും ഒക്കെ പറയുന്നത് തെറ്റാണ്. കാരണം ആത്മാവിന് നാശമില്ല. അത് പ്യുവറായിട്ടുള്ള, അത് ദൈവികമായ പോസിറ്റീവ് എനർജിയാണ്. എനർജിക്ക് നാശമില്ല. അതിൽ ആവരണപ്പെട്ട് നിൽക്കുന്ന കർമ്മവാസനകൾ വഴി, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി വരുന്ന പലവിധ വിഷയങ്ങൾ അതിൽ ആവരണം ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ജീവിച്ച് തന്നെ തീർക്കും. അത് അവനവൻ തന്നെ ജീവിച്ച് തീർക്കണം. ഏതോ ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ജനിക്കപ്പെട്ടത്, അതായത് സൃഷ്ടിക്കപ്പെട്ടത്, അതിനൊരു കാരണം ഉണ്ടാവണം. നമ്മൾ വിചാരിച്ചിടത്തല്ല നമ്മൾ ജനിക്കുന്നത്. അതിനൊക്കെ നേരത്തെ മുൻവിധിയുണ്ട്. നമ്മൾ ചെയ്തു വന്നിരിക്കുന്ന കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു സ്ഥലത്ത് ജനിക്കുന്നത്. അത് അവിടെ തീരേണ്ടതാണ്. അത് അവിടെ തീർന്നിരിക്കും. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും പ്രകൃതി നടക്കുന്ന പ്രോസസ്സിൽ നമ്മളതൊക്കെ പെടുന്നുണ്ട്. അവിടെ നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്, അവിടെ സാധനാത്മകമാക്കുന്നുണ്ട്. കാരണം പ്രകൃതിയുടെ ലക്ഷ്യം എന്താണ്? നമ്മളെ ആ അനന്തമായ ആ സത്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് സമയങ്ങളെടുക്കും, ഒരുപാട് സമയമെടുക്കാം, അതിന് ചിലപ്പോൾ ജന്മാന്തരങ്ങളെടുക്കും. അതൊക്കെ ശരിയാണ്, പക്ഷെ നടന്നിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പം അറിയുന്ന വ്യക്തികൾ, സാധാരണക്കാരായ ഈ വ്യക്തികളോട് പറയുന്നത് ഭയപ്പെടുത്തിയല്ല. നീ നശിച്ചു പോകുന്നതാണ് പറയുന്നത്. നീ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്, അല്ലേ? നീ, ഞാൻ, അതിലെ തത്വമസി, അതാണ് അഹം ബ്രഹ്മാസ്മി. അത് എനർജിയാണ്. അത് പോസിറ്റീവാണ്. പോസിറ്റീവ് എനർജിയാണ് നീ എന്ന് പറയുന്നത്. അത് പരമസത്യവും ആനന്ദവും സച്ചിദാനന്ദവും ദൈവികവും ദിവ്യത്വമുള്ളതാണ്. അത് നശിക്കുമെന്ന് പറയുന്നത് അവരെ അറിവില്ലായ്മയാണ്. അതിൽ ആവരണം ചെയ്തിരിക്കുന്ന ഈ കർമ്മദോഷങ്ങൾ, വാസനകൾ, ഇതൊക്കെയാണ് വിഷയങ്ങൾ. അതൊക്കെ നശിച്ചേ പറ്റൂ. മനസ്സിലായി? അവയ്ക്കാണ് നാശം. അതിനാണ് മരണം. പിന്നെ ഈ പഞ്ചഭൂതാത്മക വസ്തുക്കളാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഈ ശരീരം. അത് ഭൗതികമാണ്. അതിനും സ്ഥായിത്വമില്ല. അതും നശിക്കും. അങ്ങനെ പറഞ്ഞത് ശരി. ഇതല്ല, നീ ആത്മാവാണ്, ആത്മാവ് നശിക്കും എന്ന് പറയുന്നത് അവർ വിഡ്ഢിത്തമാണ്. അവർക്ക് ആത്മബോധമില്ല, ആത്മാവിനെ അവർ അനുഭവിച്ചിട്ടില്ല. ആത്മസാക്ഷാത്കാരത്തിൻ്റെ യാതൊരുവിധ ശുദ്ധമായ ആന്തരികമായ അറിവ് അവർക്ക് ബോധ്യമല്ല. അവർ ഭയപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതൊക്കെ കേൾക്കുന്നവരോട് പറയുന്നത്, അങ്ങനെയുള്ള തെറ്റായ വ്യാഖ്യാനങ്ങളും നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ജീവിതം ഇവിടെ ജീവിച്ച് തീർക്കാനാണ്. നിങ്ങളത് ഏത് രീതിയിലുള്ളതാണ് തന്നിരിക്കുന്നത്, അത് ധൈര്യമായിട്ട് നിങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുക, ഭംഗിയായിട്ട് ജീവിച്ചു പോവുക. അപ്പോൾ അതിലെ തെറ്റും ശരിയും പാവവും പുണ്യവും ഒക്കെ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ എപ്പോഴായാലും തീർക്കണം, അനുഭവിച്ച് തീർക്കണം. അത് പ്രകൃതി ഏറ്റെടുത്തിട്ടുണ്ട്. പ്രകൃതികൾ അത് നടന്നോളും. നിങ്ങൾ ഭയപ്പെട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിനോട് തന്നെ ഭയങ്കര ഭയം വരും, പേടി വരും. ദൈവം എന്തൊക്കെയോ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചാണ് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തന മേഖലകൾ. പണ്ടത്തെ മാതിരിയല്ല ഇപ്പോൾ അല്ല ഈ ഇന്നത്തെ ആധുനിക ജീവിതം. ഭയങ്കരമായിട്ട് പരിവർത്തനം വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ പഴയ അന്നത്തെ കാലഘട്ടത്തിലുള്ള പല കാര്യങ്ങളും ഇന്നിവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഈ ആത്മാക്കളെ ഭയപ്പെടുത്തി തെറ്റായ ദിശയിലേക്ക് സ്വന്തം ആത്മബോധവും ആത്മധൈര്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലൊക്കെ പറയുന്ന ഈ സംഭവത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. അത് ഞാൻ ഇപ്പോൾ ഈ ചാനലിലൂടെയൊക്കെ കേൾക്കുമ്പോൾ തെറ്റായിട്ടുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലരും നടത്തുന്നുണ്ട്. അതിനെ കുറേ പേര് ഫോളോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഭയന്നിട്ട് ചില കമൻസ് ഇടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയല്ല എന്നാണ് പറയുന്നത്. പ്രകൃതി ചെയ്യേണ്ടത് പ്രകൃതി ചെയ്തോളും. അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ പലതും പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ജീവിതം അവൻ ഭയപ്പെട്ടാണ്. അവനൊക്കെ അപകർഷബോധം വരികയാണ്. ഭയന്നുകൊണ്ടാണ് അവൻ ഓരോ അടി മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു ഭയപ്പെടുത്തുന്ന ഒരു ആധ്യാത്മിക ജ്ഞാനം കൊടുക്കുന്നത് നല്ലതല്ല. അതിൽ ഭൗതികമായാലും ലൗകികമായാലും ലൗകിക ജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ആധുനിക കാലഘട്ടത്തിൽ ജനിക്കുന്ന എല്ലാ ജീവാത്മാക്കളും ഇതിൽ തന്നെ കടന്നു പോകണം. അപ്പോൾ അതിൽ അവർക്ക് അവരുടേതായ ഒരു ബോധമുണ്ടല്ലോ, സെൻസ് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കി പോകുക. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറയുക. അല്ലാതെ ദൈവം നിങ്ങളെ നശിപ്പിച്ച് കളയും, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ദൈവം അറിയുന്നുണ്ട്, അറിയും. ആ അറിവ് വെച്ച് ദൈവം നിങ്ങളെ അത് തന്നെ കാരണമാക്കി നിങ്ങളെ നശിപ്പിച്ച് കളയുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ദൈവത്തിനോടുള്ള വിശ്വാസം നേരായ രീതിയിലല്ല. ഒരു ഭയപ്പാടുണ്ടാക്കണം. ഭയന്നിട്ടാണ് ദൈവത്തിലേക്ക് അടുക്കുന്നത്. അങ്ങനെ അടുക്കേണ്ട ആവശ്യമില്ല. കാരണം നാം എല്ലാവരും ആ ദൈവാംശമാണ്. നമ്മളിലൊക്കെ ആ ദൈവത്വം പ്രകാശിക്കുന്നുണ്ട്.
അത് ഭൗതിക വസ്തുവായാലും ലൗകിക ജീവിതത്തിലായാലും മറ്റു ഏത് മേഖലകളായാലും ഒക്കെ ഈ ഒരു എനർജിയുടെ സാന്നിധ്യമുണ്ട്. മനസ്സിലായല്ലോ? ഒരു ഭൗതിക ഒരു വസ്തു സൃഷ്ടിക്കണമെങ്കിൽ അവിടെ ബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ അതിനോട് മെറ്റീരിയൽ ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ നിന്നുണ്ട്. അതിലൊക്കെ ഉള്ള ആ ചേരുവകളുടെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ രൂപങ്ങൾ നൽകുന്നതും അതിൻ്റെതായ സൃഷ്ടിക്രമങ്ങളൊക്കെ നടക്കുന്നതും. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആ ഒരു ദിവ്യതയുണ്ട്. അത് ആധ്യാത്മികമായാലുണ്ട്, ഭൗതികമായാലുണ്ട്. അപ്പോൾ ലൗകികമായ ജീവിതം ആസ്വദിക്കാനാണ് അത് നമുക്ക് തന്നിരിക്കുന്ന ഈ ശരീരത്തിന് ദോഷകരമാവാത്ത രീതിയിൽ നമ്മളത് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ആത്മാവിന് ബാധകമല്ല. മനസ്സാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നത്. ലൗകിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും നമ്മളെ കൊണ്ടുപോകുന്നത് മനസ്സാണ്. ആ മനസ്സ് അവസാനം എവിടെ ലയിക്കുന്നുവോ അവിടെ ഈ പറയുന്ന പാപപുണ്യങ്ങളൊന്നുമില്ല. അത് ഒരു പോസിറ്റീവായിരിക്കുന്ന ഒരു എനർജിയിൽ വന്ന് ലയിക്കുകയാണ്. ആ പോസിറ്റീവായി നിൽക്കുന്ന എനർജിയിലേക്ക് എങ്ങനെയായിരിക്കണം നമ്മൾ കടന്നു പോകുന്നത്? അവിടെ ഈ പറയുന്ന ഭയപ്പെടുത്തുന്ന സംഭവങ്ങളൊന്നുമില്ല. ശരീരം ചെയ്യുന്ന കർമ്മഫലം ശരീര ഇന്ദ്രിയങ്ങളൊക്കെ അനുഭവിച്ചോളും, അസ്വാഭാവികം. അത് ഭയപ്പെട്ട് ജീവിതത്തെ നിങ്ങൾ ഫേസ് ചെയ്യാതെ നിങ്ങളെല്ലാത്തിനും ഒളിച്ചോടി ഭയന്ന് ഒരു ദൈവഭയഭക്തി എന്ന് പറഞ്ഞ വേറെ രീതിയാണ് ഞാനീ പറഞ്ഞത്. നമ്മളെ കൊല്ലും എന്നുള്ള ഒരു നമ്മളെ നശിപ്പിച്ചു കളയും എന്നുള്ളൊരു ഭയം വരരുത്. കാരണം നമുക്ക് നാശമില്ല. നമ്മൾ നാശമില്ലാത്ത വസ്തുവാണ്, നമ്മൾ ആത്മാവാണ്. നമ്മളൊരു പോസിറ്റീവ് എനർജിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ പോസിറ്റീവ് എനർജിയാണ്. ഈ പറയുന്ന സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരം വഹിക്കേണ്ട കുറേ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ നിന്ന് വന്നിരിക്കുന്ന ചില പ്രയാസങ്ങളും കാര്യങ്ങളും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവാണ്. അപ്പോൾ ആ ഒരു പോസിറ്റീവിലേക്ക് പോകുന്ന വഴി നമുക്ക് ലൗകിക ജീവിതത്തിൽ നിന്നാണ് കിട്ടുന്നത്. ആ പോസിറ്റീവിലേക്ക് പോകുന്ന വഴിയാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അവർ ആ ലൗകിക ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കണില്ല. കാരണം അതിപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തിയ പോലെയാണ്. പിന്നെ നമ്മൾ ഒരിക്കലും 1ാം ക്ലാസ്സിലേക്ക് പോകുന്നില്ല. അല്ലാതെ ഇവരൊക്കെ ഇപ്പോൾ ഈ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ വീണ്ടും നമ്മൾ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പാകപ്പെട്ട് വന്ന് നിൽക്കുന്ന നമ്മുടെ ആത്മാവും നമ്മുടെ ഈ ശരീരവും ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് പകരം ഭയപ്പെടുത്തി അന്ധവിശ്വാസങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാക്കി ഞെക്കിപ്പിഴിഞ്ഞ് ദുരിതങ്ങൾ സ്വയം ആത്മാസന്തോഷം നഷ്ടപ്പെട്ട് ആത്മാവ് മൂഢമായി അധമമായി ജീവിക്കുന്ന രീതിയിലേക്ക് ഉള്ള സാധനങ്ങളും ആധ്യാത്മിക അറിവുകളും മറ്റു ഏതറിവുകളും ഈ കാലഘട്ടത്തിൽ, ഈ ആധുനിക കാലഘട്ടത്തിലേക്ക് വേണമെന്നാണ് നമ്മുടെ പക്ഷം. അതാണ് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ വാക്ക് ഇവിടെ പറയാൻ വേണ്ടി സമയമെടുത്തത്. നമസ്തേ.